ഗുഡ് മോർണിംഗ്, വെൽക്കം ടു TFT. നമ്മൾ എത്ര നമ്പറായെന്നില്ല ചിന്തയുള്ളൂ, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ബ്ലൂടിക്ക് കാണിക്കാനായിട്ട് ഓൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ എനിക്കറിയാം. ആയതൊക്കെ കാരണം ഇതുകൊണ്ടൊന്നും എനിക്ക് ഒരു വരുമാനം കിട്ടുന്നില്ല. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്കതുകൊണ്ട് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പിന്നെ കർത്താവിൻ്റെ സന്നിധി പ്രതിഫലം ഉണ്ടാകും. ഒരാളെങ്കിലും ബോധ്യം കൊടുക്കാൻ പറ്റി, അവരുടെ ജീവിതം മാറ്റി. എന്നോട് അതിനിടയ്ക്ക് നമ്മുടെ മോൾ ടീച്ചർ, ഞാൻ പറഞ്ഞത് എൻ്റെ ടീച്ചറായിരുന്നു, എൻ്റെ പ്രൊഫസറായിരുന്നു കോളേജിൽ. മോൾ ടീച്ചർ ഒരു റൈറ്റപ്പ്, ഒരു മാഗസിനിൽ ഒരു റൈറ്റപ്പ് എഴുതി. അതിനകത്ത് പറഞ്ഞു, ഞാൻ വളരെ ഇടയ്ക്ക് സമയത്ത് വളരെ ഡൗണായിരുന്നു മാനസികമായിട്ട്. ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഡൗണായി. അന്ന് എൻ്റെ ഒരു അരുമ ശിഷ്യൻ എന്നെ കൈപിടിച്ച് കർത്താവിലേക്ക് നടത്തി. പേരൊന്നും പറഞ്ഞില്ല. എന്നെ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞത് മിറ്റി പേര് പറഞ്ഞാൽ മിറ്റിക്ക് ഇഷ്ടപ്പെടത്തില്ലാത്തത് എന്തുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ എന്താ റോളെന്നുള്ളത് ടീച്ചർ പറയുന്നത് എന്നിൽ കൂടെയാണ് ടീച്ചറിനെ ബോധ്യം വന്നത്. ഞാനത് പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ വലിയ മാറ്റമായി, എനിക്ക് വലിയ സന്തോഷമായി. കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പിന്നാണ് ഒരു തിരിച്ചറിവ് വന്നത്. അതിനുശേഷം ഞങ്ങൾ അതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈ സന്തോഷം, എൻ്റെ സന്തോഷം അതാ. എൻ്റെ പ്രതിഫലം കർത്താവിൽ നിന്ന് കേട്ടോ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ 10 രൂപയുടെ കൂടുതൽ കേട്ടോണ്ട് എനിക്കിവിടെ വീട്ടിൽ വരുമാനം കൊടുത്തു. എനിക്ക് ഒരു പൈസ പോലും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കും മെസ്സേജ് അയക്കാം. എൻ്റെ ആഗ്രഹം സുവിശേഷം എന്നിൽ കൂടെ ആരൊക്കെ കേൾക്കണമോ അവരിലേക്ക് എത്തിക്കാൻ കർത്താവ് സഹായിക്കണേ. അത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം, അത് ചെയ്യും. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കർത്താവ് ഈ നിങ്ങളിൽ പാപമില്ലാത്ത കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് കുനിഞ്ഞ് നിലത്തിങ്ങനെ വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരും. എനിക്കത് അവിടെ മണലായിരിക്കും, അവിടെ ചുമ്മാ ഇങ്ങനെ എഴുതിക്കൊണ്ടിരും. ഇതിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ചില ആൾക്കാരങ്ങ് വ്യാഖ്യാനിച്ച് ഓരോ ഫുൾ സ്റ്റോപ്പിനും കോമയ്ക്കും എല്ലാത്തിനും അങ്ങ് മീനിങ് കണ്ടെത്തും. അതിനെല്ലാം മീനിങ് ഉണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഇതൊക്കെ ഈ മോഡേൺ പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടും. ഞങ്ങളുടെ പ്രൊഫഷനിൽ ഇതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുന്നത് വാക്കുകളുണ്ട് നമ്മുടെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു സിമ്പിൾ സാധനം, ഒരു ലിവിങ് റൂം, ഡൈനിങ് റൂം, 3 ബെഡ്റൂംസ്, ഇത്ര സാധനം വരച്ച് വെച്ചിട്ട് ഞാനാണ് പറയും ഇത് നമ്മൾ മെയിൻ എൻട്രൻസ്, അവിടെ ചെല്ലുന്നു, അവിടെ നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ലിവിങ് റൂം ഇരുന്ന് കഴിഞ്ഞാൽ പ്രൈവസി കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ബെഡ്റൂം കാണാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ഡോറ് പ്ലേസ് ചെയ്തേക്കുന്നു. കിച്ചണ് ഇന്നൊരു സ്ഥലത്ത്, അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ സാധാരണ ഞാൻ എന്താണോ ഉദ്ദേശിച്ചതാണ്. ഇതങ്ങനെയല്ല. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും കോൺസെപ്റ്റ് ഒരു ഭയങ്കര ലാംഗ്വേജിൽ അതിൻ്റെ കൂടെ അങ്ങ് മാനുഫാക്ചർ ചെയ്യും. എന്തെല്ലാം ഫിലോസഫി എന്ന് പറയുന്നതറിയാം. ഇത് സിമ്പിൾ സാധനമായിരുന്നു, പക്ഷെ പറച്ചിൽ കേട്ടാലോ അതിൻ്റെ എന്താണ് അതിൻ്റെ പോട്ടെ. ഈ മോഡേൺ പെയിൻറ്റിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ കുറേ ഫിലോസഫി ഉണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് ഇത് വല്ലതും വിഷയമാണ്. അവർ നോക്കുന്നുണ്ട് അവരുടെ കംഫർട്ട്. ദിസ് ഇസ് കംഫർട്ടബിൾ ഫോർ അസ്. ആവശ്യമുള്ള പ്രൈവസി ഉണ്ടോ, അല്ലെങ്കിൽ വിൻഡ് ഉണ്ടോ, എയർ ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ, കൺവീനിയൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കുന്നത്. അതോ ഞാൻ ഒരു ഫിലോസഫി, ഈ പറഞ്ഞ സാധനങ്ങൾ കൺവീനിയൻസ് ഒന്നുമില്ല, ഒരു ഫിലോസഫി മാത്രം. നമുക്ക് ന്യായപ്രമാണം ഈ ജനത്തിന് കൊടുത്തപ്പോൾ കർത്താവിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായി. പക്ഷേ ഈ ജനത്തിന് അത് പിടികിട്ടി. കർത്താവ് സിമ്പിളായിട്ട് എൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് കൊടുത്തു. ഇവരെന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇവരുടെ ജീവിതത്തിലോ ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർക്കോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് അവരെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ അകത്ത് മുഴുവൻ എല്ലും
തലയോട്ടി അതാ പുറത്തോ എല്ലാം ശുഭം. ഓക്കെ, മടങ്ങി. അപ്പോൾ കർത്താവ് നിലത്ത് കുരുങ്ങി എഴുതുക. ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയും. കർത്താവ് ന്യായപ്രമാണം എഴുതി, പുതിയ നിയമം കർത്താവ് നിലത്ത് എഴുതി. പണ്ട് ന്യായപ്രമാണം എഴുതി മോശയുടെ കൊടുത്തു. ഇപ്പോൾ കർത്താവ് നിലത്ത് കുത്തി പുതിയ നിയമം ബെല്ലിൽ കൂടെ എഴുതുക. കർത്താവ് ഇത് നൽകി. ഐ ഡോണ്ട് തിങ്ക് സോ. കർത്താവ് എന്തായിരിക്കും ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഒരു ബോധ്യം, കർത്താവ് ആ സമയത്ത് പിതാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കിട്ടിയ ഗ്യാപ്പിൽ കർത്താവ് ചിലപ്പോൾ എന്തെങ്കിലും, നമ്മൾ ചില സമയത്ത് ഈ ഓരോ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ താളം പഠിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡ് വേറെ എവിടെയില്ലേ, അല്ല നമ്മളിങ്ങനെ ചെറിയ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും, അന്നേരം നമ്മുടെ ചിന്ത എവിടെയില്ല എന്ന് പറയുന്നത് പോലെ പിതാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിതാവേ, എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ സ്ത്രീയോട് ഞാൻ എന്താണ് പറയേണ്ടത്? നമ്മൾ തന്നെയാണ് നിയമം കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? പിതാവ് എന്തായിരിക്കും പറഞ്ഞത്? ഫർഗീവ് ഹർ. എന്നിട്ട് അഡ്വൈസ് ഡു നോട്ട് സിൻ എനിമോർ. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷേ ഇനി മേലാൽ നീ ഈ പാപം ചെയ്യും. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മെസ്സേജാണ്. പുതിയ നിയമത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷേ ഇനി മേലാൽ പാപം ചെയ്യും. പിതാവിൽ നിന്ന് കേൾക്കുക. നമ്മൾ പറയുന്നത്, യഹൂദൻ പറയുന്നത്, പിതാവ് ദഹിപ്പിക്കും, കത്തിക്കും. ഇപ്പം കാണാൻ കത്തുന്നത് അവൾ നിന്ന് കത്താൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന പാർട്ടികളാണ്. ഒറ്റ എണ്ണത്തിനെ കാണാനില്ല. എഴുത്ത് കഴിഞ്ഞ് കൊണ്ടു നോക്കി ഒറ്റ എണ്ണം കാണാനില്ല. ഈ സ്ത്രീ മാത്രം നിൽക്കുന്നു. യേശുക്രിസ്തു പിതാവ് പറഞ്ഞത് അവളെ അറിയിക്കുക, ഞങ്ങളും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷെ നീ ഇനി ഈ ജീവിത രീതി തുടരരുത് എന്ന് പറഞ്ഞാൽ മാനസാന്തരം മാറ്റണം. ബിക്കോസ് നീ എൻ്റെ പൈതലാണ്. നീ രക്ഷപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. നീ നശിച്ചു പോകാനല്ല, നിന്നെ ശിക്ഷിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ നിന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്നത്. നോക്ക്, വാസ്തവമായിട്ടും അതല്ലേ അവിടെ നടക്കുന്നത്. യേശുക്രിസ്തുവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ കാര്യം എന്തായി? കല്ലെറിഞ്ഞ് കൊന്നേനെ. അപ്പോൾ വചനം പറയുക, യേശുക്രിസ്തു മനുഷ്യനെ ശിക്ഷ വിധിക്കാനല്ല ഭൂമിയിൽ വന്നത്, മനുഷ്യൻ നശിച്ചു പോകാതെ രക്ഷപ്പെടാനുള്ള സദ്വാർത്ത. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്.